ഇന്നിനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു മോറൽസും വാല്യൂസും എത്തിക്സും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് അല്ലെ. നമ്മുടെ എല്ലാ ഹ്യൂമൻ ബീങ്സിലും ഉള്ളതാണ് നമ്മുടെ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് അങ്ങോട്ടുള്ള സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ വാല്യൂസ് ഉണ്ട് അല്ലെ. ഒരുപാട് മാനുഷിക മൂല്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അല്ലെ, അല്ല ഇല്ലാത്തതും ഉണ്ട് ഉള്ളതും ഉണ്ട് അല്ലെ. സോ ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണ്, അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തൂടെ? വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നില്ല എല്ലാവർക്കും? ഓക്കെ, സോ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഹ്യൂമൻ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഇന്റഗ്രിറ്റി ആണ്. ഫസ്റ്റ് വൺ, നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രിറ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്കറിയാം നമ്മുടെ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണല്ലേ. നമ്മൾ ഓരോ മനുഷ്യന്മാരും വ്യത്യസ്തരാണ്. അതായത് കാഴ്ചപ്പാടുകളായാലും നമ്മുടെ കാഴ്ചപ്പാടായാലും അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളായാലും നമ്മുടെ മോറൽസ് ആയാലും വാല്യൂസ് ആയാലും എത്തിക്സ് ആയാലും ഒക്കെ എന്താണ്, നമ്മൾ ഓരോരുത്തരും പരസ്പരം ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങളുടെ കാഴ്ചപ്പാട്, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടൊക്കെ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. സോ നമ്മുടെ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഹ്യൂമൻ ബീങ്സിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഹ്യൂമൻ വാല്യൂ ആണ് നമ്മുടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അല്ലെ ഏതെങ്കിലും ഒരു പേഴ്സൺ അയാളിൽ ഇന്റഗ്രിറ്റി ഉണ്ട് എന്ന് അല്ലെ, അയാളിൽ എപ്പോഴാണോ ഇന്റഗ്രിറ്റി ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ വെൻ ഹി ബിക്കംസ് ട്രൂ ടു ഹിംസെൽഫ്. ഒരു വ്യക്തി അയാളോട് തന്നെ 100% ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ 100% ഹോണസ്റ്റ് ആണെങ്കിൽ അപ്പോഴാണ് അയാളിൽ എന്ത് ഡെവലപ്പ് ചെയ്യുക, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ ആ ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്ത് വരിക. ഓക്കെ, അതായത് നമ്മൾ നമ്മളോട് തന്നെ എപ്പോഴും സത്യസന്ധതായിരിക്കണം അല്ലെ, എന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പണ്ട് തൊട്ടേ അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ട്രൂ ടു ബി അവർ സെൽഫ് ആയിരിക്കണം, ട്രൂ ടു യുവർ സെൽഫ്, ട്രൂ ടു ഓണസ്റ്റ് ടു അവർ സെൽഫ് നമ്മൾ പറയാറുണ്ട് അല്ലെ. സോ ദ ഇന്റഗ്രിറ്റി, ദ ഹ്യൂമൻ വാല്യൂ ഓഫ് ഇന്റഗ്രിറ്റി വിൽ ഡെവലപ്പ് വെൻ വി ബിക്കം ട്രൂ ടു അവർ സെൽഫ്. നമ്മൾ എപ്പോഴാണോ നമ്മളോടൊരു 100% നീതി കാണിക്കുന്നത്, നീതി പുലർത്തുന്നത്, അപ്പോഴും മാത്രമേ നമ്മളിൽ എന്ത് ഡെവലപ്പ് ആവുള്ളൂ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഹ്യൂമൻ വാല്യൂ ഡെവലപ്പ് ആവുള്ളൂ. ഓക്കെ, ഓണസ്റ്റി ആയിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ടേം ആണ് നമ്മുടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓണസ്റ്റിയും ഇന്റഗ്രിറ്റിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോ ഒരു വ്യക്തിയിൽ ഇന്റഗ്രിറ്റി എപ്പോഴാണ് ഡെവലപ്പ് ആവുക എന്ന് വെച്ചാൽ എപ്പോഴാണോ ആ വ്യക്തി, ആ പെർട്ടിക്കുലർ പേഴ്സൺ അയാളോട് 100% ട്രൂ ആയിരിക്കുന്നല്ല, എപ്പോഴാണോ ഹി ബിക്കംസ് ഹോണസ്റ്റ് ടു ഹിംസെൽഫ്, അപ്പോഴാണ് അയാളിൽ എന്ത് ഡെവലപ്പ് ആവുക, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൻ വാല്യൂ അയാൾക്കുള്ളിൽ ഡെവലപ്പ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ ഒരു പേഴ്സൺ, അതായത് ഇപ്പം അയാളുടെ ഇന്റഗ്രിറ്റി ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക എന്ന് വെച്ചാൽ, ഇഫ് എ പേഴ്സൺ എക്സിബിറ്റ് ഇന്റഗ്രിറ്റി, അയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അയാൾ പറയുന്ന കാര്യങ്ങളും അയാൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്തായിരിക്കും, അവിടെ ഒരു മാച്ച് ഉണ്ടായിരിക്കും. അയാളുടെ ഉള്ളിൽ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഹ്യൂമൻ വാല്യൂ അയാളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അയാളുടെ ബിഹേവിയറും അതുപോലെ തന്നെ അയാളുടെ ആക്ഷൻസും പരസ്പരം മാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതായത് അയാൾ പറയുന്ന കാര്യങ്ങളായിരിക്കും വാട്ട് ഹി സേസ് ഹി വിൽ ഡസ്. അയാൾ പറയുന്ന കാര്യങ്ങളാണ് അയാൾ ചെയ്യുക. ഓക്കെ, അതിപ്പോ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ പല ആൾക്കാരും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നവരാണ് അല്ലെ. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാരല്ലേ. പക്ഷെ അവരൊന്നും എന്ത് ചെയ്യാറില്ല, പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രാവർത്തികമാക്കാറില്ല അല്ലെ. നേരെ മറിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ആൾക്കാരും ഉണ്ട്, പറയുന്ന കാര്യങ്ങൾക്ക് അതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ. സോ ഒരു പേഴ്സൺ, ഒരു പെർട്ടിക്കുലർ വ്യക്തിന്റെ ഉള്ളിൽ ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ അല്ലെ, അയാൾക്ക് ഇന്റഗ്രൽ വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴാണ് പറയാന്ന് വെച്ചാൽ, അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അയാളുടെ ഉള്ളിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ വാല്യൂ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് അയാളുടെ ബിഹേവിയറും ആക്ഷൻസും എന്തായിരിക്കും, മാച്ച് ചെയ്യും എപ്പോഴും. ഹി ഓൾവേസ് ഡു വാട്ട് ഹി സേസ്. അയാൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് അത് രണ്ടും തമ്മിൽ എന്തുണ്ടാവില്ല, ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. സോ അതുകൊണ്ട് തന്നെ വി ഓൾവേസ് സേസ് ദാറ്റ് ഇന്റഗ്രിറ്റി ഈസ് ആൻ ആക്ട് ഓഫ് ഹോണസ്റ്റി. നമ്മൾ എപ്പോഴും അങ്ങനെയാണ് പറയാറ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ, അതായത് ഇന്റഗ്രിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. ഇന്റഗ്രിറ്റി ഈസ് ആൻ ആക്ട് ഓഫ് ഹോണസ്റ്റി. ഇറ്റ് ഹെൽപ്സ് ദി അതർ പേഴ്സൺ ടു predict your behavior and action. To have integrity means that a person is self-aware
accountable, responsible, and truthful, and that their actions are internally consistent. The consistent, honest behavior develops integrity in an individual. Okay. So, integrity എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ നമ്മളോട് 100% ട്രൂ ആയിരിക്കുന്നത്, അല്ലെ 100% ഹോണസ്റ്റ് ആയിരിക്കുന്നത്, ആ സമയത്താണ് നമ്മുടെ ഉള്ളിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ വാല്യൂ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ. നമ്മൾ ഇന്റഗ്രൽ ആണെന്ന് പറയണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഇന്റഗ്രിറ്റി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഹ്യൂമൻ വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ അതാണ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ഇന്റഗ്രിറ്റി. നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുള്ളതാണ്, അതുപോലെ എന്റെ ഉള്ളിലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള കാര്യം തന്നെയാണ്, അല്ലെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോ എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മാക്സിമം അത് ജസ്റ്റിഫൈ ചെയ്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, അല്ലെ? മാക്സിമം ഹോണസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ നമ്മൾ എപ്പോഴാണോ നമ്മളോട് തന്നെ 100% ഹോണസ്റ്റ് ആയിരിക്കുന്നത്, ആ സമയത്ത് നമ്മൾ എന്തായിട്ട് മാറും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഹ്യൂമൻ വാല്യൂ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, അല്ലെ കൺസെപ്റ്റ് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ചോദിക്കണേ. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നമ്മളോട് 100% സത്യസന്ധത ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് തന്നെ 100% ട്രൂ ആയിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ മേലെ മറ്റുള്ളവർക്ക് ഒരു ബിലീഫ് ഉണ്ടായിരിക്കും, അല്ലെ? മറ്റുള്ളവർക്ക് നമ്മുടെ മേലൊരു വിശ്വാസം ഉണ്ടായിരിക്കും. അതായത് പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നൊരു വിശ്വാസം മറ്റുള്ളവർക്ക് നമ്മുടെ മേലിൽ ഉണ്ടായിരിക്കും, അല്ലെ? സോ ഈ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഹ്യൂമൻ വാല്യൂ എന്തിനു കൂടെ ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ മറ്റുള്ളവരെ കൂടെ ഹെൽപ്പ് ചെയ്യും ഈ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ. ഓക്കെ. അതായത് മറ്റുള്ളവർക്ക് നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്റഗ്രൽ ആണെങ്കിൽ ദേ ക്യാൻ പ്രെഡിക്റ്റ് അവർ ബിഹേവിയർ. കാരണം ഇന്റഗ്രൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മളത് മാക്സിമം 100% ട്രൂ ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുള്ളൂ, അല്ലെ? സോ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഹ്യൂമൻ വാല്യൂ എന്തിനു കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ കൂടിയാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഹ്യൂമൻ വാല്യൂ. ഓക്കെ. സോ അതാണ് മെയിൻ ആയിട്ട് ഇന്റഗ്രിറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെയുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് ഇന്റഗ്രിറ്റി ആണ്. ഈ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഹ്യൂമൻ വാല്യൂവിനെ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അതിൽ ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. A workspace comprised of people with integrity is one where you can trust the staff to perform to the best of their ability. They don't compromise on their ideas, cut corners, cheat or lie. They behave according to an internally consistent code of values. ഓക്കെ. അപ്പൊ നമ്മളിപ്പം പ്രൊഫഷണൽ എത്തിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? സോ നമ്മളിപ്പോ ഏതൊരു പ്രൊഫഷനിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോയാലും നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റഗ്രൽ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ വർക്ക് സ്പേസിൽ നമ്മളത് കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലെ? ട്രൈ ചെയ്യും നമ്മൾ, അല്ലെ? ഇപ്പം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എടുത്താൽ അവിടുത്തെ എല്ലാ ആൾക്കാരും എന്താണ്? ഇന്റഗ്രിറ്റി ഇല്ല ആൾക്കാരാണെങ്കിൽ, അല്ലെ? പീപ്പിൾ വിത്ത് ഇന്റഗ്രിറ്റി ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് എങ്കിൽ എന്താണ്? നമുക്ക് ആ കമ്പനീനെ തന്നെ എന്താണ്? ഓൾമോസ്റ്റ് ഒരു കമ്പനീന്റെ ഒരു പ്രൊഡക്ടിവിറ്റിനെ നമുക്ക് എൻ്റയർ ആയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അല്ലെ? അതാണ് പറയുന്നത്. വർക്ക് സ്പേസ് കംപ്രൈസ്ഡ് ഓഫ് പീപ്പിൾ വിത്ത് ഇന്റഗ്രിറ്റി ഈസ് വൺ where you can trust the staff to perform to the best of their ability, അല്ലെ? അപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇന്റഗ്രിറ്റി ഇല്ല ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ആ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും എന്ത് ചെയ്യും? അവരുടെ മാക്സിമം ഹാർഡ് വർക്ക് എന്തായാലും അവർ എടുക്കും. കാരണം ദേ ഓൾ ആർ വിത്ത് ഇന്റഗ്രൽ വാല്യൂസ്. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഹ്യൂമൻ വാല്യൂ ഉള്ള ആൾക്കാരാണ് അവരെല്ലാവരും, അല്ലെ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഉറപ്പിച്ച് പറയാം? അവരെല്ലാവരും ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് 100% ജസ്റ്റിസോടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും, അല്ലെ? സോ അതെന്ത് ചെയ്യും? ആ കമ്പനിക്ക് കൂടെ ഒരു എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. സോ അതാണ് നമ്മുടെ ഇന്റഗ്രിറ്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ഫീൽഡിലേക്ക് എടുത്താൽ അതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ. അതുപോലെ സെക്കൻഡ് വണ്ണും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇന്റഗ്രിറ്റി ഇൻ ബിസിനസ് can strengthen relationship with vendors and customers because they can trust you will keep your promises and act honorably if something goes wrong. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പം ബിസിനസ് ഫീൽഡ് എടുത്താലും ഇപ്പൊ നമ്മള് ഇന്റഗ്രിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളോട് എന്താണ്?
നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലെ, ബിസിനസ് ആകുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് വരും അല്ലെ. സോ നമ്മൾ ഇന്റഗ്രിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തുണ്ടാവും, കസ്റ്റമേഴ്സിന് നമ്മുടെ മേലൊരു വിശ്വാസം ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ചതിക്കില്ല, ചീറ്റ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഉള്ളിലും ഉണ്ടാവും, ട്രസ്റ്റ് ചെയ്യും അല്ലെ അവര്. സോ അതും നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യും, ഒരു വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതും നമ്മുടെ ഇന്റഗ്രിറ്റിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ തേർഡ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇന്റഗ്രിറ്റി വിൽ ഹെൽപ്പ് ദ എഞ്ചിനീയേഴ്സ് ടു ഗെയിൻ കോൺഫിഡൻസ് ഫ്രം മാനേജ്മെന്റ് ആൻഡ് ഹെൽപ്പ് ഹിം ടു മൂവ് അപ്പ് ദ ലാഡർ. ഓൾ ഓർഗനൈസേഷൻസ് ആർ ലുക്കിംഗ് ഫോർ ദിസ് വാല്യൂ ഇൻ എംപ്ലോയീസ്. ഇന്റഗ്രിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വിൽ ഹെൽപ്പ് ദ എഞ്ചിനീയേഴ്സ് ടു ഗെയിൻ കോൺഫിഡൻസ് ഫ്രം മാനേജ്മെന്റ്. ഈ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ വാല്യൂ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾക്കതൊരു എക്സ്ട്രാ കോൺഫിഡൻസ് കൂടിയാണ് നമുക്കത് തരുന്നത്. ഓക്കെ, കാരണം നമ്മൾ നമ്മളോട് തന്നെ മാക്സിമം 100% ജസ്റ്റിസ് ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. എന്ത് കാര്യം ചെയ്യാനായാലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അല്ലെ. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്റഗ്രിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹ്യൂമൻ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇന്റഗ്രിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടിയ? ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ക്ലിയർഡ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ നമ്മൾ നമ്മളോട് 100% ട്രൂ ആയിരിക്കുന്നത്, ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ വാല്യൂ ആണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ള എന്തിനു കൂടെ ഹെൽപ്പ് ചെയ്യും, മറ്റുള്ളവർക്ക് നമ്മുടെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാക്സിമം നമ്മളോട് തന്നെ ട്രൂ ആയിരിക്കും എപ്പോഴും അല്ലെ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. Okay, so now we can move on to the second factor. നമ്മുടെ രണ്ടാമത്തെ ഹ്യൂമൻ വാല്യൂ ആണ്, ആസ് യു ക്യാൻ സീ ഹിയർ, വിച്ച് ഈസ് വർക്ക് എത്തിക്സ് ആണ്. വർക്ക് എത്തിക്സ് ആണ് നമ്മുടെ രണ്ടാമത്തെ ഹ്യൂമൻ വാല്യൂ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇന്നലെ എത്തിക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ എത്തിക്സ് എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് പേഴ്സണൽ എടുത്താൽ നമുക്ക് പേഴ്സണൽ എത്തിക്സ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എത്തിക്സ് ഉണ്ട്. എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ എത്തിക്സ് ഉണ്ട്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് തീരുമാനിക്കാനും ആ സമയത്തൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ എത്തിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ഇതേ ഒരു കാര്യം തന്നെ ഒരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് വന്നാലും നമുക്കത് എന്താണ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ജസ്റ്റ് അവിടെ നിന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ സ്ക്രീനിൽ. വർക്ക് എത്തിക്സ്, വി സേ വർക്ക് ഈസ് വർഷിപ്പ്. ദിസ് ബിലീഫ് gives lot of value to work and regards it as a god. A good work ethic creates a work culture in the organization and increases the productivity. This value will help the engineer to work hard and discipline himself and build team in an organization. Okay, അതായത് ഇപ്പം നമ്മളിപ്പം ഇപ്പം നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങളിപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നു അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യാൻ പോയാൽ ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ എത്തിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എത്തിക്സ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലെ. അപ്പൊ ഒരു വർക്ക് സ്പേസിലേക്ക് പോയാൽ നിങ്ങൾ എന്തുകൂടെ ചെയ്യണം, അവിടുത്തെ സിറ്റുവേഷൻസ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ എത്തിക്സിന്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വിചാരിക്കുക അല്ലെ, എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് സ്പേസിൽ വർക്ക് ചെയ്യാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു കമ്പനി എടുത്താലും ആ കമ്പനീൻ്റെതായ സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ. അതിപ്പോ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ആ ഓർഗനൈസേഷന് അവരുടേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ കോഡ്സും ഒക്കെ ഉണ്ടാവും. അതായത് ഇത്ര സമയത്ത് ഡ്യൂട്ടിക്ക് വരിക, അല്ല ഇത്ര സമയത്ത് പോവുക, ഇത്ര സമയത്ത് ലഞ്ച് കഴിക്കുക, ഇങ്ങനെയുള്ള ഡ്രസ് കോഡ് ഇടുക, അങ്ങനെ പല കാര്യങ്ങളും അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ കമ്പനീസിനും അല്ലെ എല്ലാ ഓർഗനൈസേഷനും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് എത്തിക്സ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കമ്പനി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ഒബേ ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പറയുന്ന കാര്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒബേ ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ വർക്ക് എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ കാര്യങ്ങളൊന്നും നമ്മൾ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യില്ല അല്ലെങ്കിൽ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, ഒബേ ചെയ്യില്ല. ഓക്കെ, സോ അതാണ് മെയിൻ ആയിട്ടും വർക്ക് എത്തിക്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വർക്ക് സ്പേസിൽ എന്ത് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ എത്തിക്സിന് പ്രയോറിറ്റൈസ് ചെയ്യാതെ അവിടുത്തെ സോഷ്യൽ അല്ല അവിടുത്തെ എൻവയോൺമെന്റ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതാണ് മെയിൻ ആയിട്ടുള്ള വർക്ക് എത്തിക്സിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
കൺസെപ്റ്റ് ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണേ നിങ്ങൾ. ക്ലിയർ ആവുന്നുണ്ട് എല്ലാവർക്കും? ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങളുടേതായ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്കല്ലല്ലോ അവിടെ പ്രയോറിറ്റി ചെയ്യുന്നത്, അല്ലെ? അവിടുത്തെ ഒരു എൻവയോൺമെന്റ് കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതാണ് മെയിൻ ആയിട്ടും വർക്ക് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഹൗ ടു ഇംപ്രൂവ് വർക്ക് എത്തിക്സ് സ്കിൽ. നമുക്ക് എങ്ങനെ നമ്മുടെ വർക്ക് എത്തിക്സ് സ്കില്ല് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ കമ്പനി ഇൻ ബോത്ത് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഇന്ററാക്ഷൻസ്. നമ്മളിപ്പോൾ വർക്ക് സ്പേസിൽ പോയാൽ നമ്മൾ എന്ത് വേണം, എപ്പോഴും എന്ത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഓൾവേസ് കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ പേഴ്സണൽ ഇന്ററാക്ഷൻ ആയാലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇന്ററാക്ഷൻ ആയാലും അതിനെ ഹെൽപ്പ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഓൾവേസ് വി ട്രൈ ടു കീപ്പ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതാണ് നമ്മുടെ വർക്ക് എത്തിക്സ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ വർക്ക് എത്തിക്സ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഓൾവേസ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് പ്രയോറിറ്റൈസ് യുവർ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അല്ലെ? നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ല നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെ? കാരണം അതവിടെ സെക്കൻഡറി ആണ്. ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വർക്കാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അല്ലെ? സോ ഓൾവേസ് എന്ത് ചെയ്യുക, പ്രൊഫഷണൽ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കണം നിങ്ങൾ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. പേഴ്സണൽ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്താണ്. ഓക്കെ, സോ അതാണ് വർക്ക് എത്തിക്സ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് അല്ലെ, രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ആണ് മെയിൻറ്റെയിൻ ഗുഡ് അറ്റൻഡൻസ്. നമ്മളിപ്പോൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അറ്റൻഡൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അധികം ലീവ് എടുത്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നടത്താതെ മാക്സിമം നമ്മുടെ പ്രൊഫഷനില് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. അതായത് അറ്റൻഡൻസിന്റെ കൗണ്ട് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതും നമ്മുടെ വർക്ക് എത്തിക്സ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് റിവ്യൂ യുവർ വർക്ക് ആൻഡ് സീക്ക് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. നമ്മളിപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ കുറച്ച് സ്ലോ ആയിരിക്കും, അല്ലേ? കാരണം വർക്കൊക്കെ പഠിച്ചു വരണം, അതിന്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്ലോ ആയിരിക്കും, പതിയെ പതിയെ മാത്രമേ നമ്മൾ കുറച്ച് അതിലേക്ക് കയറി വരുള്ളൂ, അല്ലെ? സോ നമ്മൾ ഓൾവേസ് എന്ത് ചെയ്യണം, നമ്മളെ വർക്കിനെ റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് വന്നിടത്ത് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അല്ലെ? എങ്ങനെയാണ് നമ്മളിപ്പോൾ ഉള്ളത്, എങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ, ആ കാര്യങ്ങളൊക്കെ ഓൾവേസ് എന്തായിരിക്കണം, റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, പ്രൊഫഷൻ വൈസ് നിങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഓൾവേസ് ട്രൈ ടു റിവ്യൂ യുവർ വർക്ക് ആൻഡ് സീക്ക് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും വർക്ക് എത്തിക്സ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സെർട്ടൻ ട്രിക്ക് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നോട്ട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, സോ അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ വർക്ക് എത്തിക്സിനെ പറ്റി പറയാനുള്ളത്. അതാണ് രണ്ടാമത്തെ ഹ്യൂമൻ വാല്യൂ എന്ന് പറയും. ഓക്കെ, അതായത് ഏതൊരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോയാലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാതെ അവിടുത്തെ കമ്പനിയുടെ പ്രൊഫഷണൽ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് എന്ത് ചെയ്യുക, കമ്പനിയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. അതാണ് നമ്മുടെ വർക്ക് എത്തിക്സ് ആസ് എ ഹോൾ പറയുന്നത്. ക്ലിയർ ആയോ? വർക്ക് എത്തിക്സ് ഓക്കെയാ? ഇന്റഗ്രിറ്റി അതുപോലെ തന്നെ വർക്ക് എത്തിക്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ തേർഡ് വണ്ണിലേക്ക് പോവാം. തേർഡ് വൺ ആസ് യു ക്യാൻ സീ ഹിയർ സർവീസ് ലേണിംഗ് ആണ്. സർവീസ് ലേണിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, സർവീസ് ലേണിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ സർവീസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏതൊരു സ്പേസിൽ അല്ലെ ഏതൊരു കമ്പനിയിൽ അല്ലെ ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു മിനിമം ഒരു ധാരണ ഉണ്ടായിരിക്കണം, അല്ലെ? എങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രൊഫഷനിൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അവിടുത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം നമുക്ക്. എങ്കിലും മാത്രമല്ല നമുക്ക് അതിന്റെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ, അല്ലെ? സോ ഈ സർവീസ് ലേണിംഗ് പറഞ്ഞാൽ ഇപ്പൊ എവിടെയായാലും ഏതൊരു വർക്കിംഗ് സ്പേസ് ആയാലും
അവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ അല്ലാതെ, അതായത് ഇപ്പം പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സോ ഏതൊരു വർക്ക് സ്പേസിലായാലും അവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പൊതുവായ ധാരണ, അല്ലെ പൊതുവായിട്ടുള്ള ഒരു ലേണിംഗ് ആണ് നമ്മുടെ സർവീസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടെന്ന് വിചാരിക്കാം. ടെക്നിക്കലിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെർഫെക്റ്റ് ആണ്, എന്ത് വന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കാം. ഓക്കെ, നേരെ മറിച്ച് ആ വർക്കിനെ പറ്റിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. പേഴ്സണലായിട്ടും ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, പ്രൊഫഷണൽ വൈസും ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, അല്ലെ? സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദിസ് ടെക്നിക്കൽ തിങ്സ് നിങ്ങൾക്ക് എന്തുകൂടെ അറിഞ്ഞിരിക്കണം? ആ കമ്പനിയായിട്ട് അല്ലെ ആ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സക്സസ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മുടെ സർവീസ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ലേണിംഗ് It refers to learning the service policies, procedures, norms and conditions other than the technical things. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിയാതെ അതിനെ കൂടെ തന്നെ എന്ത് വേണം? ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു പൊതുവായിട്ടുള്ള ലേണിംഗ്, അതിനെയാണ് നമ്മൾ സർവീസ് ലേണിംഗ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതെന്താ ഇൻക്ലൂഡ് ചെയ്യുന്ന വെച്ചാൽ, അല്ലെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ടെക്നിക്കൽ അല്ലാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും? ആ വർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വർക്ക്, ബേസിക് റിക്വയർമെന്റ്, സെക്യൂരിറ്റി ഓഫ് ദി ജോബ്, അവയർനെസ് ഓഫ് ദി പ്രൊസീജിയർ വൈൽ ടേക്കിംഗ് ഡിസിഷൻ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു വർക്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ, അല്ലെ? വെറും ടെക്നിക്കൽ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രം പ്രയോജനമില്ലല്ലോ. നമുക്ക് എന്ത് വേണം? ആ എൻറ്റയർ വർക്കിന്റെ നേച്ചർ നമുക്ക് അറിയണം, അതിന്റെ റിക്വയർമെന്റ് അറിയണം, ആ ജോബിന്റെ സെക്യൂരിറ്റി ഒക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ഡെവലപ്മെന്റ് അവിടെ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മുടെ സർവീസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് സർവീസ് ആണോ ചെയ്യുന്നത് അവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും പൊതുവായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ സർവീസ് ലേണിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നില്ലേ ടോപ്പിക്സ്? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് സർവീസ് ലേണിംഗ്. സോ അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് എഞ്ചിനീയർ ടു ബിൽഡ് ഹിസ് പേഴ്സണാലിറ്റി ആൻഡ് വിൻ റെസ്പെക്ട് ഇൻ സൊസൈറ്റി. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് ഇപ്പം ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനെ കുറിച്ചും ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ തന്നെ അത് എൻഹാൻസ് ചെയ്യും കുറച്ചുകൂടെ. ഓക്കെ, അതായത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമുക്കിടയിൽ തന്നെ ചില ആൾക്കാർക്ക് എന്തുണ്ടാവും? എല്ലാ കാര്യങ്ങളെ കിട്ടിയിട്ട് നല്ല അറിവുണ്ടായിരിക്കും, അല്ലെ? അതായത് ഇപ്പം ടെക്നിക്കൽ കാര്യങ്ങളായാലും അല്ലെ ജനറൽ നോളജ് ആയാലും ഏതൊരു ഫീൽഡ് എടുത്താലും എല്ലാത്തിനെ പറ്റിയിട്ടും നല്ല അറിവുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? എല്ലാവരും അല്ല, ചില ആൾക്കാർ എന്താവാം, ഒന്നിനെ പറ്റി ഒരു പൊതുവായിട്ടുള്ള ധാരണ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം, അല്ലെ? സോ നമുക്ക് സൊസൈറ്റിയിൽ പൊതുവെ കണ്ടുവരുന്നതാണ്, എല്ലാത്തിനെ പറ്റിയിട്ടും നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനെ എന്ത് ചെയ്യും? ബാക്കിയുള്ള എല്ലാ ആൾക്കാരും റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്, അല്ലെ? സൊസൈറ്റിയിൽ തന്നെ ആ പുള്ളിക്ക് എന്ത് കിട്ടും? നല്ലൊരു റെസ്പെക്ട് നമുക്ക് കിട്ടുന്നതായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് തന്നെയാണ് നമ്മുടെ സർവീസ് ലേണിംഗിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, it will help engineer to build his personality and win the respect in society. Okay, so രണ്ടാമത്തെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, this will help engineer to develop and grow in an organization. He will become more adjustable and develop an open mind to accept the opinion of others. Okay, so അതൊക്കെയാണ് നമ്മുടെ സർവീസ് ലേണിംഗിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയ സർവീസ് ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ്? എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണേ. ഓക്കെ അല്ലേ മക്കളെ? ഇന്റഗ്രിറ്റി പറഞ്ഞു, വർക്ക് എത്തിക്സ് പറഞ്ഞു, സർവീസ് ലേണിംഗ് പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വൺ, നാലാമത്തെ ഹ്യൂമൻ വാല്യൂസ്. നാലാമത്തേതായിട്ട് വരുന്നതാണ് നമ്മുടെ സിവിക് വെർച്യൂ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ സിവിക് വെർച്യൂ? കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹാവ് യു ഹേർഡ് അബൌട്ട് വെർച്യൂസ്? വെർച്യൂസ് എന്താണെന്നറിയാം നിങ്ങൾക്ക്? എനിവൺ?
വേർച്യു എന്താണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് പറയോ? വേർച്യു എന്താണെന്ന്? ഓക്കെ, ആർക്കും അറിയില്ല. ഓക്കെ, അതിന്റെ മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അതായത് ഇപ്പം സിവിക് വേർച്യു പറയുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് വേർച്യു എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ വേർച്യു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ റെസ്പോൺസിബിലിറ്റി അറിയില്ല. നമുക്ക് റെസ്പോൺസിബിലിറ്റി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ, ഉത്തരവാദിത്വം എന്ന് പറയും. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം എന്താണ്, നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തൊരു കാര്യം അല്ലെ. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മേലുള്ളതാണെങ്കിലും നമ്മളത് ചെയ്തിരിക്കണം എന്നൊരു നിർബന്ധമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. റെസ്പോൺസിബിലിറ്റി അല്ലെ, അല്ലാണ്ട് അത് എന്തായാലും ചെയ്തിരിക്കണം എന്ന് ആരും നമ്മളെ ഇതാക്കാൻ നിൽക്കില്ല. ഓക്കെ, അതാണ് റെസ്പോൺസിബിലിറ്റിയിലെ ഉത്തരവാദിത്വം നമ്മൾ പറയും. നേരെ മറിച്ച് വെർച്യു എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം നമ്മൾ കടമ എന്ന് പറയാറില്ലേ, റെസ്പോൺസിബിലിറ്റി അല്ലാതെ കടമ എന്ന് പറയല്ലേ, ഇന്നയാളുടെ കടമയാണ് ഇത്, അല്ലെ ഇന്നയാളുടെ കടമയാണ് അത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഈ വെർച്യു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കടമയാണ് കേട്ടോ. അത് റെസ്പോൺസിബിലിറ്റി നിന്ന് വ്യത്യസ്തമാണ്, അത് നിങ്ങളൊന്ന് ഓർക്കണം. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം എന്നൊരു നിർബന്ധമില്ല, ഒരു വ്യവസ്ഥയുമില്ല. റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. നേരെ മറിച്ച് വെർച്യു അല്ലെങ്കിൽ കടമയാണെങ്കിൽ എന്താണ്, അത് നമ്മുടെ കടമയാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയല്ല നമ്മളെപ്പോഴും പറയാറ്. അപ്പൊ നിന്റെ കടമയാണെങ്കിൽ അത് നീ ചെയ്തിരിക്കണം, അത് നീ ചെയ്യേണ്ടത് നിന്റെ കടമയാണെന്നാണ് നമ്മൾ പറയാറ് അല്ലേ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ അതാണ് വെർച്യു എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, കടമ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കടമയാണെന്നാണ് പറയുക. ഓക്കെ, സോ റെസ്പോൺസിബിലിറ്റിയും വെർച്യു അതാണ് രണ്ടും ഡിഫറൻസ്. ഇനി ഇതിലേക്ക് വന്നാലും നമുക്ക് ഇവിടെ ഉള്ളത് സിവിക് വെർച്യു ആണ് അല്ലെ. സിവിക് വെർച്യു എന്ന് വെച്ചാൽ സിവിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, സോ സിവിക് വെർച്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെല്ലാവരും എന്താണ് സൊസൈറ്റിയിൽ, വി ഓൾ ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി അല്ലെ. സോ നമ്മളെല്ലാവരും ഇവിടുത്തെ സിറ്റിസൺസ് ആണ്, നമ്മളിലെ എല്ലാ ആൾക്കാരും. അപ്പോൾ ആസ് എ സിറ്റിസൺ, ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് എന്തുണ്ട്, കുറെ ഉത്തരവാദിത്തം അല്ലെ, കുറെ വെർച്യൂസ്, കുറെ കടമകളുണ്ട് അല്ലെ. That is, civic virtues are the moral duties and rights as a citizen of the village or the country or an integral part of the society. അപ്പോൾ സിവിക് വെർച്യു എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺട്രിയിൽ അല്ലെ, ഈ ഒരു വില്ലേജിൽ അല്ലെ, ഈ ഒരു സൊസൈറ്റിയിലെ സിറ്റിസൺ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം അല്ലെ, നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ സിവിക് വെർച്യു എന്ന് പറയുന്നത്. ആസ് എ സിറ്റിസൺ അവർ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ്, അതാണ് നമ്മുടെ സിവിക് വെർച്യു എന്ന് പറഞ്ഞാൽ. Okay, as a citizen of this country or as a citizen of this village or as a citizen of this society, ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ഡ്യൂട്ടീസ്, നമുക്ക് കുറെ ഡ്യൂട്ടീസ് ഉണ്ട്, റൈറ്റ്സ് ഉണ്ട് അല്ലെ. സോ ആ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിവിക് വെർച്യു എന്ന് പറയുന്നത്. ഓക്കെ, അറിയുന്ന കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് സിവിക് വെർച്യു. ആസ് എ സിറ്റിസൺ എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ് അല്ലെ, എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ അല്ലെ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഈ സിവിക് വെർച്യു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, മീൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കുക. അപ്പൊ ഇവിടെ an individual may exhibit civic virtues by voting, volunteering and organizing welfare groups and meetings. അപ്പൊ നമ്മുടെ സിവിക് വെർച്യുവിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വോട്ടിംഗ് അല്ലെ. നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു പൗരൻ അല്ലെങ്കിൽ നമ്മളൊരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമയാണ് എന്തെന്ന് പറയുന്നത്, വോട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെ. സോ ഈ വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്, നമ്മുടെ സിവിക് വെർച്യുവിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിവിക് വെർച്യു എന്ന് പറഞ്ഞാൽ ആസ് എ സിറ്റിസൺ, ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾക്ക് ഉള്ള ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സിനെയാണ് നമ്മൾ സിവിക് വെർച്യു എന്ന് മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ടേം ചെയ്യുന്നത്. ക്ലിയർ ആയോ? സിവിക് വെർച്യു എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, then we can have a look on benefits of സിവിക് വെർച്യു. എന്തൊക്കെയാണ് ഈ സിവിക് വെർച്യുവിന്റെ ബെനിഫിറ്റ് അല്ലെ, ഗുണങ്ങൾ, നമുക്ക് അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ജസ്റ്റ് നോക്കുക. സിവിക് വെർച്യു മേക്ക് ഹ്യൂമൻസ് ഹാബിച്വലി നീറ്റ് ഓർ പ്യുവർ വിത്തൗട്ട് എനി ഡേർട്ട് ഓർ കറപ്ഷൻസ്. അപ്പൊ നമ്മുടെ കടമകൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇന്ന് കണ്ടുവരുന്ന പല കറപ്ഷൻസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെ. സോ അതാണ് നമ്മുടെ സിവിക് വെർച്യുവിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ദിസ് വാല്യൂ വിൽ ഹെൽപ് ടു കീപ് സറൗണ്ടിങ് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ബി കൺസിഡറേറ്റ് ടു അതേഴ്സ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതേഴ്സ്.
അപ്പോൾ ആസ് എ സിറ്റിസൺ, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമയാണ് എന്ത്, നമ്മുടെ ചുറ്റുപാട് അല്ലെ നമ്മുടെ നാടിനെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അല്ലെ. സോ ഈ ഒരു വാല്യൂ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ സിവിക് വെർച്യൂ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ വാല്യൂ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി ഓൾവേസ് കീപ്പ് അവർ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ അല്ലെ. നമ്മൾ എന്തായാലും ചെയ്തിരിക്കും ഈ ഒരു വാല്യൂ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ. ഓക്കെ, സോ അതാണ് അതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വാല്യൂ എന്തുകൂടെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സറൗണ്ടിങ്സിനെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ മറ്റൊന്നാണ്, ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു ലിവ് എ ഹെൽത്തി ലൈഫ് വിച്ച് ക്ലീൻ എൻവയോൺമെന്റ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ സിവിക് വെർച്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചുറ്റുപാടും പരിസരവും ഒക്കെ നമ്മൾ ക്ലീൻ ആയിട്ട് വെക്കും. അത് നമ്മൾ എന്തിനു കൂടെ ലീഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തിനു കൂടെ ഹെൽപ്പ് ചെയ്യും, നല്ലൊരു ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സിവിക് വെർച്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പൗരത്വ ബോധം എന്നൊക്കെ പറയും, അതാണ് നമ്മുടെ സിവിക് വെർച്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നില്ലേ? വോയിസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ 4 കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ അതിലൊന്നും? ഫസ്റ്റ് വൺ നമ്മൾ ഇന്റഗ്രിറ്റി എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം നമ്മൾ വർക്ക് എത്തിക്സ് പറഞ്ഞു, അതിനുശേഷം സർവീസ് ലേണിംഗ് പറഞ്ഞു, ആൻഡ് ഇപ്പൊ ഫൈനലി നമ്മൾ സിവിക് വെർച്യൂ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ടേം ഒന്ന് നോക്കുക. 5th വൺ ആണ്, നമ്മുടെ 5ാമത്തെ ഹ്യൂമൻ വാല്യൂ ആണ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഐ തിങ്ക് ദർ ഇസ് നോ മോർ എക്സ്പ്ലനേഷൻ ഫോർ ദിസ് അല്ലെ. ഇതിനധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു, കാരണം അറിയുന്ന കാര്യമാണ്. റെസ്പെക്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ അധികം കണ്ടുവരാത്തൊരു കാര്യമാണ് റെസ്പെക്ട് എന്ന് പറയുന്നത് അല്ലെ. ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ജനറേഷനിൽ പൊതുവെ കുറഞ്ഞു വരുന്നൊരു ഹ്യൂമൻ വാല്യൂ ആണ് നമ്മുടെ റെസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കുക എല്ലാവരും. റെസ്പെക്ട് ഫോർ അതേഴ്സ്, ദിസ് ഈസ് എ ഹ്യൂമൻ വാല്യൂ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി. All human beings are same and deserve the same respect irrespective of economic, political or social positions. One must treat all human beings as fellow friend, listen to them and not hurt anybody. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പൊ ഈ റെസ്പെക്ട് അല്ലെങ്കിൽ റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമൻ വാല്യൂ ആക്ച്വലി ഈസ് ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി. ഇക്വാലിറ്റീനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് നമ്മുടെ റെസ്പെക്ട് എന്ന് പറയുന്നത് അല്ലെ. കാരണം ഇപ്പൊ നമ്മള് എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. പല രീതിയിൽ, അതിപ്പം കാസ്റ്റിന്റെ പേരിലായാലും അല്ലെങ്കിൽ എക്കണോമിക് വൈസ് ആയാലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വൈസ് ആയാലും ഏത് രീതിയിലായാലും പല ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെയൊന്നും റെസ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് എല്ലാ മനുഷ്യന്മാരെയും ഒരേപോലെ കാണാൻ പറ്റുമ്പോഴാണ് അവിടെ എന്ത് ഡെവലപ്പായിട്ട് വരുന്നത്, റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ വാല്യൂ അവിടെ ഡെവലപ്പ് ആവുന്നു അല്ലേ. ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദീസ് ഡിസ്ക്രിമിനേഷൻ, ഇഫ് യു ക്യാൻ സീ ഓൾ ഹ്യൂമൻ ബീങ്സ് ആസ് സെയിം, ആസ് ഈക്വൽ, അപ്പോഴാണ് അവിടെ എന്ത് ഡെവലപ്പ് ആവുക, റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് അല്ലെ. നമ്മൾ ഒരാൾക്ക് റെസ്പെക്ട് കൊടുത്താൽ മാത്രമേ നമുക്കത് തിരിച്ചും കിട്ടുള്ളൂ അല്ലെ. നമുക്കറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. സോ എന്ത് ചെയ്യുക, എപ്പോഴും എല്ലാ മനുഷ്യന്മാരെയും അല്ലെ എല്ലാ ഹ്യൂമൻ ബീങ്സിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവരും നമ്മളെ പോലെ തന്നെയാണ്, ആർക്കും ഒന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഒരുപോലെ തന്നെയാണ് അല്ലെ. സോ എല്ലാവരെയും നമ്മൾ എപ്പോഴാണ് ഈക്വൽ ആയിട്ട് കാണാൻ തുടങ്ങുന്നത്, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അവരെ റെസ്പെക്ട് ചെയ്യാനും തുടങ്ങും. ഓക്കെ, സോ അതാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്, റെസ്പെക്ട് ഫോർ അതേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇവിടെ. ബെനിഫിറ്റ്സ് അതിൽ ഫസ്റ്റ് വൺ, an engineer by practicing this value will win respect from other employees and management. അതായത് ഇപ്പൊ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യാൻ പോയാലും നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് കിട്ടും, അത് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും അല്ലെ. സോ അത് നിങ്ങൾ എന്ത് ചെയ്യും, ആസ് എ പ്രൊഫഷൻ വൈസ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ സെക്കൻഡ് വൺ ആണ്, it enable us to adjust our relationship with each other and work together for a common purpose. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ഓൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റെസ്പെക്ട് എന്ന് പറയുന്നത്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആണ് അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ ഒരാൾക്ക് റെസ്പെക്ട് കൊടുത്താൽ മാത്രമേ നമ്മൾക്കത് തിരിച്ചും കിട്ടുള്ളൂ. സോ അതാണ് നമ്മുടെ 5ാമത്തെ ഹ്യൂമൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പോകേണ്ട കാര്യങ്ങളല്ല കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസിൽ ഇട്ട് തന്നത് ഈ ഒരു കാര്യം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ജോലി പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ വർക്ക് സ്പേസിലായാലും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലായാലും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങൾ അല്ലെ കുറെ വാല്യൂസ് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ കേട്ട് വിടേണ്ട കാര്യമല്ല കേട്ടോ. നിങ്ങൾ ഉള്ളിലേക്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ആവുള്ളൂ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായാലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ അപ്പൊ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും? 5 ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. 5 ഹ്യൂമൻ വാല്യൂസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്റഗ്രിറ്റി പറഞ്ഞു, എത്തിക്സ്, വർക്ക് എത്തിക്സ് പറഞ്ഞു, സർവീസ് ലേണിംഗ് പറഞ്ഞു, റെസ്പെക്ട് ഫോർ അതേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ സിവിക് വെർച്യൂ പറഞ്ഞു. 5 ഹ്യൂമൻ വാല്യൂസ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യണം, ഏതെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരണം. ഓക്കെ ആണോ കൺസെപ്റ്റ് ഒക്കെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നാളെ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്നും നോക്കണം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും കേട്ടോ ഈ ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരും എല്ലാവരും കേട്ടോ, എന്തൊക്കെയാണ് ഹ്യൂമൻ വാല്യൂസ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ കാണാം കേട്ടോ. താങ്ക് യു.